ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതോ ഒരാളുടെ കൈപ്പത്തിയും കടിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന്. മനുഷ്യന്റെ കൈപ്പത്തിയോ? പിന്നല്ലാതെ മൃഗങ്ങളുടെ കൈപ്പത്തിയും കൊണ്ടുവന്ന ഇത്രയും പോലീസും ആളുകളും കൂടും. ഇതെന്താ വിളിച്ചു പറയുന്ന കേട്ടു വന്നേ? അല്ല, ഇത് പിള്ളച്ചേട്ടനും എല്ലാരും ഉണ്ടല്ലോ. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ അറിയാം. കമലിനാ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കിയതേ. എന്നിട്ട് അവ എവിടെ? അവൻ കയറിയില്ലേ? അല്ല, ഒരു അത്യാവശ്യ ഓട്ടത്തിന് പോകുമ്പോഴാ ഞങ്ങളെ കണ്ടതേ. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാന്ന് അവനാ പറഞ്ഞത്. വിഷ്ണു കുഞ്ഞിന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് വർഷാപ്പിൽ കൊടുത്തിരിക്കുകയാണെന്ന് കമലനാ പറഞ്ഞത്. അപ്പൊ പിന്നെ മകനെ കണ്ടിട്ടേ അച്ഛൻ വരത്തുള്ളൂ എന്ന് ഒരേ പറച്ചില്. അങ്ങനെ കയറിയതാ. ആ, പിള്ളച്ചേട്ടൻ കയറി. അച്ഛൻ വാ. അല്ല, രണ്ടുപേരും വെള്ളം വല്ലതും കുടിച്ചോ? അല്ലെങ്കിൽ ഞാൻ ചായ ഇടാം. വേണ്ട കുഞ്ഞേ. ഒന്നും വേണ്ട. നിന്നോടൊരു കാര്യം പറയാ, പോവാ. അതിനുവേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേ. എന്താണോ ഇത്ര അത്യാവശ്യമുള്ള കാര്യം? ഇനി വാ. നീ എവിടെ ഇരിയടാ. എടാ, നീ ഒന്ന് വീട്ടിൽ വരെ വരണം. എന്നിട്ട് നിന്റെ അമ്മയൊന്ന് കാണണം. എന്നെ കാണണമെന്ന് അമ്മ പറഞ്ഞോ? എടാ, പറഞ്ഞിട്ടാന്നോടാ സ്വന്തം അമ്മയെ കാണാൻ മക്കൾ വരുന്നേ? എടാ, ഭാമ ഇപ്പൊ ആകെ മാറിയിരിക്കുവാ. നമുക്കെല്ലാവർക്കും കൂടെ നമ്മുടെ വീട്ടിൽ പോയി താമസിക്കാടാ. അത് നീ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ കേക്കത്തുള്ളൂ. ഓ, അപ്പൊ രണ്ടുപേരും കൂടി എനിക്കുള്ള കൊട്ടേഷൻ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ആ, കുഞ്ഞ് കരുന്ന പോലെയൊന്നുമല്ല. സത്യം ഇപ്പം പഴയ ആളേ അല്ല. വാശിയും വൈരാഗ്യമൊന്നും ആ മനസ്സിൽ ഇപ്പൊ ഇല്ല. മാത്രമല്ല, എല്ലാരും സ്നേഹിക്കണമെന്നും ഒന്നിച്ച് കഴിയണമെന്നും ആ മനസ്സിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ. പക്ഷെ ശാലിനിയുടെ കാര്യത്തിൽ അമ്മയുടെ നിലപാടെന്താ നമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അതറിയാതെ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. എടാ, അതിനാ നീ അവിടെ വന്ന് അമ്മയായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നേ. നീ ഇപ്പൊ ഒന്ന് സംസാരിച്ചാൽ നിന്റെ അമ്മ എതിരൊന്നും പറയത്തില്ലടാ. അതെ കുഞ്ഞെ, നമുക്ക് നമ്മുടെ ആ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് കേറണ്ടേ? അതൊരു സ്വപ്നമാ. കുറേയേറെ പ്രാർത്ഥനയുടെ ഫലം. അത് കുഞ്ഞ് ഞങ്ങൾക്ക് നടത്തി തരണം. ഞാൻ വന്നു നോക്കാം. ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഞാൻ അമ്മോട് സംസാരിക്കും. എടാ മക്കളെ, ശാലി എന്തിയേ? എവിടെ? നീ ഇന്ന് കളക്ടറിൽ പോകുന്നില്ലേ? പോണം, പക്ഷെ നേരത്തെ കൊണ്ട് കാര്യമില്ല. ശാലിനിക്ക് വേറെന്തോ തിരക്കുണ്ട്. അപ്പൊ അവളിവിടെ ഇല്ല. അത് ശരി. പിന്നെ വണ്ടി നാശമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അത് ശരിയാക്കി കിട്ടിയിട്ടേ ഞാൻ പിന്നെ പോകുന്നുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളൂടെ വന്നിട്ടുമില്ല, നിന്നോടൊരു കാര്യം സംസാരിച്ചിട്ടുമില്ല. മനസ്സിലായോ? വന്ന് പാടത്തും പറമ്പിലും പണിയെടുക്കാൻ ഇപ്പൊ ആളെ കിട്ടാതായിരിക്കുക. അതിനിപ്പോ എവിടെയാ മലയാളികൾ പണിയെടുക്കാൻ? എല്ലാം പുറംനാട്ടുകാരല്ലേ. ഇവിടെ മലയാളികൾക്ക് വെയിൽ കൊള്ളാൻ മേല. 5 മണിക്ക് ശേഷം പണിയെടുക്കാനും വയ്യ. ഒരു ബംഗാളി പയ്യൻ വന്ന് പണിക്ക് നിന്നാണ്ടല്ലോ 6 മണി വരെ നല്ല ഭംഗിയായി നിന്ന് പണിയെടുക്കും. അവരുടെ ഗൾഫാണ് ഗോപാലകൃഷ്ണ നമ്മുടെ നാട്. ഇത്രയും കൂലി കൂടുതൽ കിട്ടുന്ന സ്ഥലവും വേറെ ഇല്ലെന്നാ അവര് പറയുന്നത്. അവരുടെ വരവിന്റെ രീതി തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം അവര് വന്നു, പിന്നാലെ അവരുടെ കൂട്ടുകാരെ കൊണ്ടുവന്നു, ഒടുവിൽ ഭാര്യയും കൂടെ കൂട്ടി. 5-6 വർഷമായിട്ട് ഇവിടെ താമസിച്ച് പണിയെടുക്കുന്ന ബംഗാളികളുണ്ടെന്നേ. അവരുടെ കുട്ടികളെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്ത് മലയാളവും പഠിപ്പിക്കുന്നുണ്ട്. വന്ന് കേരളം മലയാളികളുടെ നാടെന്നത് മാറി ബംഗാളികളുടെ നാടെന്ന് മാറൂ? ഈ പോക്ക് പോയാലേ അങ്ങനെ ആകാനേ വഴിയുള്ളൂ. ശാരദാമ്മേ, ശാരദാമ്മേ, എന്താ? തൊട്ടപ്പുറത്തെ റോഡരികിലെ ഒരു പട്ടി ഒരു മനുഷ്യന്റെ കൈപ്പത്തിയും കടിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഏതോ ഒരാളുടെ കൈപ്പത്തിയും കടിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന്. മനുഷ്യന്റെ കൈപ്പത്തിയോ? പിന്നല്ലാതെ മൃഗങ്ങളുടെ കൈപ്പത്തിയും കൊണ്ടുവന്ന ഇത്രയും പോലീസും ആളുകളും കൂടും.
ഒന്ന് പോയി നോക്കണം സാറേ. അവിടെ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാര് വന്ന് ഫോട്ടോ എടുപ്പും പരിശോധനയും ഒക്കെയാ. അപ്പോ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? അല്ല, ഇതിപ്പം എവിടെയായിട്ടാ? ശാരദാമ്മയുടെ ഈ സ്ഥലത്തിന്റെ പറമ്പിൽ നിന്നിറങ്ങുന്ന ആ താഴത്തെ റോഡില്ലേ, അവിടെ വെച്ചാ പട്ടിയെയും പട്ടി കടിച്ചു പിടിച്ച കൈപ്പത്തിയും നാട്ടുകാർ കണ്ടത്. കുടിയൻ കുമാരൻ കണ്ടതെന്നാ അവൻ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും കുമാരന് പണിയായിട്ടുണ്ട്. സാക്ഷിയാ, കോടതിയിൽ വരെ പോവേണ്ടി വരും. ഇനി കൊന്നതാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുമാരനെ പ്രതിയാക്കി പോലീസ് കൊണ്ടുപോവുകയും ചെയ്യും. ആളെ കൊന്നു കുഴിച്ചു മൂടാതെ കൈയറ്റ് പുറത്തു വരില്ലല്ലോ. ഞാനേ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യ. ഇത് എവിടെ നിന്ന് വന്നു ഈ കൈപ്പത്തി? ആരുടെ കൈപ്പത്തി ആയിരിക്കും അത്? എന്താ അമ്മേ, എന്താ കുറുപ്പ് സാറ് പറഞ്ഞോണ്ട് പോകുന്നത്? ആരുടെ കൈപ്പത്തി കിട്ടിയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അതാ അത് പിന്നെ മോളെ, ഏതോ ഒരു തെരുവുപെട്ടി ഏതോ ഒരു മനുഷ്യന്റെ കൈപ്പത്തി കടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നു. പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അവിടുന്നാ വരുന്നത്. പുഴയിൽ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയുടേതാവാനേ സാധ്യതയുള്ളൂ. വെള്ളത്തിൽ കിടന്ന് അഴുകി കഴിയുമ്പോ കൈ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അയ്യോ അമ്മേ, 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 അയ്യോ. അങ്ങോട്ട് ഇരുത്ത്. പതുക്കെ, പതുക്കെ. അമ്മേ, വെള്ളം കുടിക്കാമേ, വെള്ളം കുടിക്ക. ശാരദ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇതൊക്കെ കേട്ടിട്ടൊന്ന് തല ചുറ്റിയത്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. എവിടുന്നോ ഒരു കൈപ്പത്തി ഒരു പട്ടി കടിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് ശാരദ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ശാരദാമ്മേ, ശാരദാമ്മേ, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ പറമ്പിൽ ഒരു പട്ടി കൈപ്പത്തി കടിച്ചോണ്ടിട്ടെന്ന്? അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയാ, അതും ഒരു പുരുഷന്റെ കൈപ്പത്തി. കേസ് അന്വേഷണത്തിനായി പോലീസ് വന്നിട്ടുണ്ട്.